ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ രാവിലെ തന്നെ എണിച്ചിട്ടുണ്ട്. തണുപ്പ് എന്നല്ല പറഞ്ഞില്ല. എടുത്തറ 15 ഡിഗ്രി വന്നു. ഇവിടുന്ന് എങ്ങോട്ടെന്ന് വെച്ചാൽ കൊടൈക്കനാൽ നേരെ കൂക്കലിലേക്ക് ഓടിക്കുന്നില്ല. കൂക്കലിലേക്ക് ഏകദേശം 50 കിലോമീറ്ററിനടുത്ത് കൂക്കലിലേക്ക് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇറങ്ങാം. സ്ഥലം നോക്കൂ, കൂക്കലിലേക്ക് പോകുന്നത് സീനതാ. ഇതൊരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ് കേട്ടോ സാധനം. സീനി പിന്നെ പൊട്ടിക്കലിടിച്ചാലോ. ഈ സ്ഥലം കൂക്കലിലേക്ക് വരുമ്പോൾ നമ്മളെ പൂണ്ടി പൂമ്പാരായി ഇതിൽ വരുന്ന റൂട്ട്, അത് റൂട്ട് എടുത്ത് പറയേണ്ടത് സീന്. എവിടെ നോക്കിയാലും അങ്ങനത്തെ ഫ്രെയിം. അപ്പോൾ ഇവിടുന്ന് നല്ല താഴോട്ട് ഇറങ്ങാം. സീന് വ്യൂ ഒന്നും പറയാനില്ല. അമ്മാരി വ്യൂവിലുള്ള കാണിച്ചരാ. എന്ത് രസം നോക്കിയ. കൊടൈക്കനാലിൽ ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ നല്ല റഫാണ് റോഡിലുള്ള. അപ്പം അതെല്ലാം താണ്ടി തരണം ചെയ്തായിരിക്കും നമ്മൾ വരേണ്ടത്. കാരണം ഇവിടെ എന്താ വെച്ചാൽ ഫുൾ ടൈം ഈ കാട്ടുപോകത്തും ആനയെല്ലാം ഇറങ്ങുന്ന സ്ഥലം തോന്നുന്നത്. എന്താ വെച്ചാൽ എപ്പോഴും എവിടെയല്ലേ ഫുള്ള് റോഡിൽ ഫുള്ള് തന്നെയുണ്ട് ആനപ്പണ്ടല്ലേ. അപ്പോൾ ഇങ്ങനത്തെ കുറേ അടുത്ത് സ്പോട്ടാണ് ഇവിടെ. അപ്പോൾ അധികം ഫുൾ ടൈം റോഡിലുണ്ടാവും. പകലില്ല. ഇപ്പോൾ രാത്രി എപ്പോഴും ഉണ്ടാവും. രാത്രി ടൈമിൽ വന്നെങ്കിൽ കാണാം എല്ലാത്തിനെയും. അങ്ങനെ നമ്മൾ കൂക്കൽ വില്ലേജിലേക്ക് കയറാൻ പോവുകയാണ്. ഒരു 5 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. 5 കിലോമീറ്റർ വിട്ടാ കൂക്കൽ വില്ലേജിൽ. ഇതാ ഫ്രെയിം. കേരള വണ്ടി വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക്. ഇവിടെ ഒരു ചേച്ചി വീണ് അതിൻ്റെ ഇടയിൽ. അങ്ങനെ എണിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നത്. കൂക്കലിലേക്ക് ഇനി 5 കിലോമീറ്റർ ഉള്ളത്. ബസ് ഉണ്ട് കേട്ടോ. ബസ് പൂണ്ടിന്ന് വരുന്നുള്ളൂ. പൂണ്ടിന്ന് കൊടൈക്കനാലിലേക്ക് ഉള്ളത്. ചെറിയ റോഡ്, കുറേ ചെറിയ റോഡാണ്. ഇതാണ് നമ്മൾ അഡ്ജസ്റ്റ് ആക്കി പോവാൻ. ലേക്ക് വ്യൂ നല്ല ഉണ്ട് കേട്ടോ കാണാൻ. അല്ലേ, താമരെല്ലാം ഉണ്ടല്ലേ ഫുള്ള്. നോക്കിയേ സീനല്ല സാധനം. ഫുള്ള് നോക്കണം എന്നാ പറഞ്ഞിട്ടുണ്ട്. സ്വാധീനം നോക്കിയ നമ്മുടെ തമിഴ്നാട്ടിൽ ഫുള്ളറുണ്ട് കുറച്ച്. നമ്മളെല്ലാവരും കൂക്കൽ വില്ലേജിലേക്ക്. ഇതാ ഫ്രെയിം നോക്കിയ കോട കയറുന്നുണ്ട് മജത്തിൽ. ഇതാ സ്വർഗത്തിലെത്തി.
പൂക്കൽ വില്ലേജിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് അടുത്തൊരു വ്യൂ പോയിന്റ് പിടിക്കാണ്ട് അപ്പോൾ ഈ വഴി ഒന്ന് നടന്ന് കയറാണ്ട് പൂക്കലിന് ഒരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് താഴേക്ക് ഇറങ്ങുന്നുള്ളത്. ഓഫ് അപാര വ്യൂ നമ്മളെ പുള്ളിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും വയനാടുന്നാ? എല്ലാവരും വയനാട് തന്നെ? ഒരേ നാട്ടാറോ? നമ്മളെ ആ വ്യൂ പോയിന്റുള്ള ആ തള്ളൻ്റെ വീട് ആടേണ്ടി വന്നു. കയറിയിട്ട് അവിടെ എടുത്തോളൂ, നോക്കാം. എനിക്ക് ഇതവിടെ പുറത്തുണ്ട് ഇരിഞ്ഞ പൂണ്ടില് അതിങ്ങനല്ലേ കാണാൻ. പിന്നെ ഗ്രാമങ്ങള് ഗ്രാമങ്ങളുണ്ട് കുറെ. കോടക്കറി കൊണ്ടുണ്ട്. ഇതാ കുറച്ച് ഒന്നും കാണില്ല, ഹൈഡാവും ഫുള്ള്. പിന്നെ മറ്റിച്ചാല് വരണം, ഏത് ക്ലോഡ് താഴായിട്ട് മുകളിലായിട്ട് അങ്ങനെ ഓരോ എക്സ്പ്രഷൻ ആയിട്ട് കോളാക്കും ചിലപ്പോ. ആരാണ്ട് എത്തിയിട്ടാക്കി സീന് കേട്ടോ. കോട അടിച്ച് കയറുന്നുണ്ട്, ചെറുങ്ങനെ നല്ല സ്പീഡിൽ കയറുന്നില്ല കോട. കാണുന്നുണ്ടോ? ഇപ്പൊ ഫുള്ള് ഹൈഡാവും ഇവിടെ, ഇതിനൊന്നും കാണാല അവിയൊന്നും. ഏറെക്കുറല്ലേ പോയിതോ. വെള്ളച്ചാട്ടത്തിൽ കൊണ്ട് തിരിച്ചു കൊണ്ടുവരും ഒരാൾക്ക് 1000. ഒരാൾക്ക് 100 വെച്ചിട്ടാണ്. വാട്ടർഫോൾ അങ്ങനെ കാണാനും ഉണ്ട്. നല്ല 200 പോവാ. അങ്ങോട്ട് 100 രൂപ കൊണ്ടുപോകും. തിരിച്ചു കൊണ്ടുവന്നാക്കണമെങ്കിൽ 1000 പറഞ്ഞു നമ്മൾ കൊടുത്തും പോകും. 1000 രൂപ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അഴകൻ ആശ്രമത്തിലേക്കുള്ള നമ്മളെ തള്ളച്ചീൻ്റെ പെരക്കേക്ക് പോകുന്നുള്ള വഴി. നായ കയ്യത്തോ ഇല്ലയെന്ന് അറിയില്ല, പോയിട്ടാണ് നോക്കണമെങ്കിൽ. ഫുൾ കോടയാണ്, പോയിട്ട് എന്ത് കാണാല. നായുണ്ട് നമുക്ക് കാവല്. ഇത് വിട്ടിട്ടാണ് വരുന്നത് ചെക്ക് പോസ്റ്റ്. ബൈക്ക് വന്നിട്ട് അവസാനം സംഭവമില്ലേ, ഈവനിങ് ആണെന്ന് തോന്നില്ലേ സംഭവം. അഴകൻ ആശ്രമം സീൻ വ്യൂ. കോട ഉണ്ടാണ്ട് ഒന്നും കാണുന്നില്ല, ഇതാണ് പ്രശ്നം. ഇത് നമുക്ക് വേണ്ടിയിട്ട് പറ്റി ഇപ്പം നമ്മളുതായി.
ഞാൻ ആ ടൈമിൽ ഇപ്പൊ എന്താ വെച്ചാൽ കോട പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടൊന്നും കാണാൻ കിട്ടുന്നില്ല. ഫുള്ള് കോട. കുറച്ച് മുമ്പിട്ട് ഫുള്ള് ക്ലിയർ ഉണ്ടായിരുന്നു, ഇപ്പൊ കോട ഉണ്ട് എന്ന് പറഞ്ഞത്ര. അപ്പോൾ പൂക്കലിന് ഞാൻ തിരിച്ചിട്ടുണ്ട്. പൂക്കലിന് ഞാൻ വ്യൂ പോയിന്റും പിന്നെ മറ്റേ ആശ്രമെല്ലാം കണ്ടിട്ടായിട്ട് അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട്. അടുത്ത നേരെ മന്നൂർ പൂണ്ടി സൈഡിലൊക്കെയുള്ള പോകുന്നത്. അപ്പോൾ പൂണ്ടി സൈഡിൽ തിരിയായിട്ട് ഞാൻ കാണിച്ചു തരാം. അവിടെ എന്തുണ്ടാകുന്നൊക്കെ അറിയില്ല, പ്ലാനിങ് ഒന്നുമില്ല, ഉള്ളത് കാണിച്ചു തരും അത്ര തന്നെ. റോഡിലുണ്ട് ഇപ്പോൾ കാരണമല്ലോ. ഇവിടുന്ന് അത്ര കിലോമീറ്റർ ഉള്ളൂ പൂക്കലിൻ്റെ മുകളിലേക്ക് എത്തിയപ്പോൾ. ഇവിടുന്ന് ചെറിയ കിലോമീറ്റർ ഉള്ളൂ തോന്നുന്നു, 10-16 ഇതിനുള്ളിൽ. അമ്മ നല്ല പോയിട്ട് വരാം. മന്നൂറിൻ്റെ ബ്യൂട്ടി റോട്ടിലല്ല ഇപ്പം മന്നൂരൊക്കെയുള്ള. ഇനിയുണ്ട് കുറച്ച് പോകാൻ. ഏതല്ലേ സീനി മന്നൂർ ലേക്കിലുള്ള ഫോട്ടോഷൂട്ടിനും സിപ്പ് ലൈനിങ് ഉണ്ട് ഒരു, പിന്നെ ലേക്ക് ഉണ്ട് നല്ല. ആൾക്കാരെല്ലാം വരുന്നുണ്ട്. നല്ല ഉള്ളിലേക്ക് എത്തണം കൊടൈക്കനാലിൽ. നമ്മങ്ങനെ പൂണ്ടിക്ക് റീച്ച് ആയിട്ടുണ്ട്. പൂണ്ടിക്ക് എത്തുന്ന ചെറിയ ഒരു കിലോമീറ്റർ കൊണ്ടുള്ള അങ്ങോട്ടേക്ക്. ഇത് മറ്റേ നമ്മളെന്ത് സ്ഥലത്തിൻ്റെ പേര്, കീഴഞ്ചോ എന്താ അറിയാലോ. പക്ഷെ പോട്ട് അടിപൊളി. ഓക്കെ കുഴപ്പമില്ലേ, സീൻ സ്ഥലം. അപ്പോൾ അങ്ങോട്ടേക്ക് മൂവ് ആയിക്കൊണ്ടുണ്ട്. ആദ്യം എങ്ങനെ വരാം നോക്കാം. വീട് ഒന്ന് ചിലപ്പോൾ സ്റ്റേ അടിക്കും. കുറച്ച് സാധനമായിട്ട് പുള്ളറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, നല്ല വരുന്നുണ്ട്. സ്റ്റേ ആണെങ്കിൽ അടിക്കായിരുന്നു അല്ലേ. സ്റ്റേ ആണെന്ന് തോന്നുന്നുണ്ടോ. ക്ലാവരയിലേക്ക് ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. പൂണ്ടിയെല്ലാം കഴിഞ്ഞിട്ട് പൂണ്ടിയെല്ലാം കവറാക്കി. പൂണ്ടിയെല്ലാം കഴിഞ്ഞിട്ട് ക്ലാവരയിലേക്ക് വന്ന് റീച്ച് ആയിട്ടുണ്ട് നമ്മൾ. അങ്ങനെ ലാസ്റ്റത്തെ വില്ലേജ് നമ്മൾ ഇപ്പോൾ ക്ലാവര ടൗണിലുള്ള. ക്ലാവര ടൗണിൽ നിന്ന് കുറച്ച് ഇറങ്ങിയിട്ട് ആദ്യം വന്നു. ഒരു വ്യൂ പോയിന്റ് വെള്ളച്ചാട്ടം കൊണ്ട് കാണുന്നുണ്ടായി. നോക്കിയാൽ ഹിൽ സ്റ്റേഷനിൽ അടുത്തേക്ക് നമുക്ക് പോവാം. கிட்டத்தட்ட ஒரு 8 வருஷம் ஆகுது வந்து நம்ம அந்த இடத்த வாங்கி கொடுத்தோம். சசி லாய் விவசாயத்தை நீங்கள் வைஸ் பிரசிடென்ட் இருந்தோம். எல்லா வேலையும் விவசாயத்தை பார்த்துக்க வேண்டியது. என்ன கட்சி ഫ്ലവറിൽ ലാസ്റ്റ് വില്ലേജുള്ള ടോപ്പ് വ്യൂ പോയിന്റ് എന്നുള്ള എല്ലാം താണ്ടിട്ട് വന്നു നമ്മൾ. ആറക്കുട, പൂക്കൽ, പൂണ്ടി എല്ലാം കവർ ചെയ്തു. ലാസ്റ്റ് ക്ലാവര കഴിഞ്ഞിട്ടുള്ള അടുത്തൊരു വില്ലേജ്. ഈ വില്ലേജിൻ്റെ പേരറിയാലോ. ഇത് ക്ലാവര കഴിഞ്ഞിട്ടുള്ള വേറെ ഈ സ്ഥലം പോളൂർ. ആ അതന്നെ പോളൂറിൽ ഫാൾസ് ഉണ്ടോ നിങ്ങൾ. மட்டோஸ் ஸ்டே பண்ணுறது மாதிரி இல்லை. സ്റ്റേ അടിക്കുന്ന ആൾക്ക് അടിക്കട്ടാ. 1000 ഉറുപ്പ്യ ഉള്ളൂ ക്ലാവരയിൽ. ഞാൻ സ്റ്റേ അടിച്ചിട്ടാ, അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽസും ഇല്ല. ഒന്നുമില്ല, ക്ലാവരയിൽ വ്യൂ പോയിന്റ് അടിച്ചാൽ മതി, ഡയറക്റ്റ് അടുത്തേക്ക് വരാം. ഓല് വാട്ടർഫാൾ തന്നെ മെയിൻ ഹൈലൈറ്റ്.
എന്തോ വ്ളോഗല്ല ഫോട്ടോ വീഡിയോ എടുത്തച്ച് വെയിലും കോടയും എല്ലാം കൂടെ ആണല്ലോടാ. അതാണ് സംഭവം. അല്ലേ? ഫ്ലവർ വില്ലേജ് ലാസ്റ്റ് സീൻ വില്ലേജ് അത് നമ്മൾ പോയ വ്യൂ പോയിന്റ്. ഫോളോവർ റിട്ടേൺ അടിക്കുന്നുണ്ട്. റിട്ടേൺ അടിച്ചിട്ട് എവിടെ എത്തിച്ചാൽ പളനിക്കെത്താനായി. ഇനി നേരെ ഇപ്പോ സ്റ്റേ അടിക്കാൻ വേണ്ടി നോക്കണം. എവിടെ കിട്ടുന്ന അറിയില്ല. കിട്ടരുന്ന് സ്റ്റേ അടിക്കും. നേരെ ഇപ്പൊ നേരെ പൊള്ളാച്ചിക്ക് വിടുന്നത്. കുണ്ടിയെല്ലാം പോയി. അങ്ങനെ പൊള്ളാച്ചില് ഫുഡ് കഴിക്കാൻ അറിയിട്ടുണ്ട്. ഇന്നലെ സ്റ്റേ അടിക്കാനുള്ള പ്ലാൻ നോക്കാം. അപ്പൊ ഇന്നലെ എല്ലാവരും കൂടി കേട്ട് നമ്മളെ പൊള്ളാച്ചില് ചെറിയൊരു റൂം എടുത്തു അങ്ങോട്ടുള്ള. ഇന്നലെ കുറച്ച് ലേറ്റ് ആയിരുന്നു രാത്രി എത്തുമ്പോൾ തന്നെ 10-11 മണി. അപ്പം അങ്ങനെ റൂമെല്ലാം എടുത്തിട്ട് രാവിലെ എടുത്തിട്ടുണ്ട്. ഇവിടെ നേരം നമുക്ക് പാലക്കാട് പിടിക്കാം. പിള്ളേരെല്ലാം ഉണ്ട് ഇവിടെ. പോയല്ലേ പാലക്കാടിലൊക്കെ റോഡിലേക്ക് കയറുന്നുണ്ട്. എല്ലാവരും റൂമിൽ നിന്ന് കീഞ്ഞിട്ടുണ്ട്. എല്ലാവരും പാലക്കാടിലേക്ക് പോകുന്നുണ്ട്. ആ റൂട്ട് കാണിച്ചു കൊടുത്താൽ എങ്ങനെയുണ്ട് റോഡ്? സീനല്ലേ? ചായ കുടിക്കാൻ നിർത്തിയിട്ടുണ്ട്. കോഴിക്കോട് ബീച്ചിലെത്തി. അങ്ങനെ എന്താ വെച്ചാൽ ഫുള്ള് ഡ്രൈവ് ആക്കാൻ കഴിയില്ല. ഇങ്ങനെ നടുമുമ്പിൽ എടുക്കുന്നുണ്ടായി. അങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു കോഫി കുടിച്ചിട്ടില്ല. പൃഥ്വിരാജ് വന്നിട്ടുണ്ടല്ലോ കോഴിക്കോട് വെച്ചിട്ട്. പൃഥ്വിരാജ് പുറത്തിരുന്നില്ല. ഇത്ര ആൾക്കാർ അധികുന്നുണ്ട്. അതെ സംഭവം. സ്കൂൾ വീട്ടിൽ പിള്ളമാരൊന്നും പോയിട്ടില്ല. അത് വരക്കേക്ക് നോക്കാം പൃഥ്വിരാജ് ചെയ്യുന്നതാണ്.
ഇസ്രാജ് ഒന്നുമല്ലോ വന്ന് പോയി കണ്ടിട്ട് പോലും കാണാനും പറ്റില്ല ഒരു കവിത ഉണ്ട്. ബീച്ചിൽ ഫുള്ള് ഇടി മിന്നല്. കോഴിക്കോട് ബീച്ച് ഫുള്ള് പാട്ടും പരിപാടി. കോഴിക്കോട് ചെപ്പിളിങ് തന്നെയാ അപ്പോൾ ഫുള്ള് വൈബ് തന്നെ എല്ലാവരും ഫുൾ ടൈം മുകളിൽ. രാവിലെ എല്ലാവരും പൊള്ളാച്ചിന്ന് വിട്ടത്, എല്ലാവരും നാട് പിടിക്കാൻ വേണ്ടിട്ട് തന്നെ വിട്ടത്. പക്ഷെ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടാ കാസർഗോഡൊക്കെ എത്താണ്ട് ഓർക്ക് വയനാടൊക്കെ ഇല്ലു. അങ്ങനെ ഓർബേ വിട്ട് അങ്ങോട്ടേക്ക് ഞാൻ ചവിട്ടി പച്ച തന്നെ. പക്ഷേ എടുത്ത് എന്നെ കഴിയുന്നില്ല എന്നെ കൊണ്ട് ഷോൾഡറിൽ മുമ്പ് എടുത്തിട്ട്. അങ്ങനെ ഞാൻ കോഴിക്കോട് സ്റ്റേ അടിച്ചിട്ടുള്ളത് ഇപ്പോൾ ബീച്ചിൻ്റെ സൈഡിൽ തന്നെയായിട്ട്. അപ്പോൾ രാത്രിയൊക്കെയുള്ള ഫുഡ് മന്തിയെല്ലാം വേണ്ടി വെച്ചിട്ടുണ്ട്. സൂഫി മന്തി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും. കോഴിക്കോടിൻ്റെ ഫുഡിനെ കുറിച്ചിട്ട് പറയണമെന്നില്ല ഞാൻ കുറേ ഒന്നും അധികം. അപ്പോൾ കഴിച്ചോക്കാം എന്തായാലും. പിന്നെ നാളെ രാവിലെ ഞാൻ തിരിക്കും നാട്ടിലേക്ക്. മന്തിയും ഐറ്റംസ് എല്ലാം വന്നിട്ടുണ്ട്, കഴിച്ച് തീർക്കാം. ഇത് നല്ല ക്വാണ്ടിറ്റി ഉണ്ടല്ലോ റൈസ്. എന്നെ കൊണ്ട് എന്തായാലും ഒറ്റക്ക് കഴിച്ച് തീർക്കാൻ കഴിഞ്ഞ് തോന്നുന്നില്ല. കുറച്ച് മന്തി ലെഗ് പീസാണ്, ഞാൻ ചെസ്റ്റ് പീസ് കഴിക്കല്ല, അതുകൊണ്ട് ലെഗ് പീസും മയോണൈസ് കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു പൊടുത്തും പിടിക്കാം. ഓ ഫുഡെല്ലാം കഴിച്ച് വേറെല്ലാം ഫുള്ളായി. ഫുള്ള് കഴിക്കാനിട്ടോ, കുറച്ച് ബാക്കി അതിനവിടെ. എന്നോട് കുറേ കഴിക്കുന്നത് നീ എങ്ങനെ ഈ സോളോ റൈഡ് അടിക്കുന്നത്, ഭയങ്കര റിസ്ക് അല്ലേ? ഞമ്മ സോളോ അടിക്കുമ്പോൾ ഇല്ലേ പുര നിൽക്കുമ്പോൾ മാത്രമേ ഞമ്മ സോളോ ഉള്ളൂ. പക്ഷേ ഞമ്മ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്ന കണക്ക് നമുക്ക് പുതിയ പുതിയ ആൾക്കാരെ കിട്ടുന്നുണ്ട്. വയനാട്ടിലും പിന്നെ പാലക്കാടത്തെയും കൊല്ലത്തെയും ഇങ്ങനെ കുറേ ആൾക്കാർ എൻ്റെ അടുത്തുണ്ട് തന്നെ. ഇപ്പോൾ അങ്ങോട്ട് പോയിട്ട് ഇപ്പോൾ സ്റ്റേ അടിച്ചെടുത്തല്ലോ ഇങ്ങനത്തെ ഓരോ ടീംസ് ഉണ്ടായി. ഓരോക്കെ തന്നെ ഒരു ദിവസം ഉണ്ടാവും, പിറ്റേ ദിവസം ഓർ പോവും, പിന്നെ അടുത്ത ആൾ വരും. ഇങ്ങനെ ആയിക്കൊണ്ടാണ് ഞാൻ ഉണ്ടായത്. അല്ലാണ്ട് എപ്പോഴും സോളോ ഒന്നും അല്ല ഉണ്ടാവില്ല. നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ നമുക്ക് പുതിയ പുതിയ ആൾക്കാരെ കാണും, അത്ര ഉണ്ട്. അതൊരു വൈബാണ്. പക്ഷേ ഇപ്പം ഇന്ന് സോളായി ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ റൂമിൽ ഇപ്പോൾ ഞാൻ ഒറ്റക്ക് മാത്രമേ ഉള്ളൂ. അത് ഒറ്റക്കായതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നാട് പിടിക്കായിരുന്നു. പിന്നെ കഴിഞ്ഞില്ല, ഒന്നാമത് ടയർഡായി ഡ്രൈവ് ആക്കിയിട്ട് തന്നെ കുറേ കിലോമീറ്റർ ഡ്രൈവ് ആക്കി ഒന്നാമത്. അപ്പോൾ അങ്ങനെ കഴിയാത്തതുകൊണ്ട് മാത്രം ഞാൻ ഇപ്പോൾ റൂം എടുത്തത് ഇവിടെ സ്റ്റേ അടിച്ചത് കോഴിക്കോട് വന്നിട്ടായിട്ട്. നാളെ രാവിലെ തിരിക്കും നാട്ടിലേക്ക്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ബാക്കി നാളെ അപ്ഡേറ്റ് ആക്കാം. അപ്പോൾ ഗുഡ് നൈറ്റ്.